മികച്ച ത്യാഗം. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തിനെയും തോളിലേറ്റി യാത്രയായി. അപ്പോൾ വേതാളം മറ്റൊരു കഥ വിവരിച്ചു. ജീമൂതൻ എന്ന രാജാവ് ജീമൂതവാഹനൻ എന്ന തന്റെ പുത്രനോടൊപ്പം വാണിരുന്നു. ജീമൂതവാഹനൻ തന്റെ പ്രജകൾക്ക് നന്മ മാത്രം കാംക്ഷിച്ചു. അവരുടെ രാജകീയ പൂന്തോട്ടത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു കൽപ്പക വൃക്ഷം ഉണ്ടായിരുന്നു. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ രാജ്യം മുഴുവനും വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് പ്രജകളെല്ലാം സന്തുഷ്ടരായി ജീവിച്ചിരുന്നു, ബുദ്ധിമുട്ടെന്തെന്നറിയാതെ. ഒരു ദിവസം അയൽ രാജ്യം തങ്ങളെ ആക്രമിക്കാൻ വരുന്ന വിവരം മഹാരാജാവ് അറിഞ്ഞു. പിതാശ്രീ, നമുക്കീ രാജകീയ ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യാം. ശരി പുത്ര, നിന്റെ ഇഷ്ടം പോലെയാകട്ടെ. അവർ രണ്ടുപേരും കാട്ടിൽ സമാധാനത്തോടെ ജീവിച്ചു. ഒരു ദിവസം, ഓ, ഏതാണീ സുന്ദരി? ഇവൾ മനോഹരിയാണല്ലോ. കന്യകേ, നിന്റെ പേരെന്താണ്? എന്റെ പേര് മായാവതി. രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ആരംഭിച്ചു. ജീമൂതവാഹനൻ പത്നിയോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്താണിത്? ഇത്രയും എല്ലിൻ കഷ്ണങ്ങൾ. ഇത് സർപ്പങ്ങളുടെ എല്ലുകളാണ്. ഗരുഡൻ സർപ്പങ്ങളെ ഭക്ഷിച്ചിട്ട് എല്ലിൻ കഷ്ണങ്ങൾ ഇവിടെ വലിച്ചെറിയും. മറ്റൊരു ദിവസം ജീമൂതവാഹനൻ അതേ വഴിയിലൂടെ വന്നപ്പോൾ ഒരു നാഗമാതാവ് തന്റെ പുത്രനോടൊപ്പം അതിലെ വന്നു. എന്തിനാണ് കരയുന്നത്? കുറച്ചു സമയത്തിനുള്ളിൽ ഗരുഡൻ ഇവിടെ എത്തും. ഇന്ന് എന്റെ പുത്രനാണ് ഇര. വിഷമിക്കേണ്ട, ഇന്ന് അവന് പകരമായി ഞാൻ പോകാം. ഗരുഡൻ വന്ന് ജീമൂതവാഹനനെ കൊണ്ടുപോയി. പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ജീമൂതവാഹനന്റെ മോതിരം അദ്ദേഹത്തിന്റെ ഭവനത്തിനരികെ വീണു. ഇതെന്റെ പ്രഭുവിന്റെ മോതിരമല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ ഗരുഡൻ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ഉടനെ അദ്ദേഹത്തെ രക്ഷിക്കണം. അവൾ ഗരുഡന്റെ പിറകെ ഓടി. പക്ഷേ ഗരുഡൻ വളരെ വേഗത്തിൽ പറക്കുകയായിരുന്നു. പർവ്വതത്തിന് മുകളിൽ വെച്ച് ഗരുഡൻ ജീമൂതവാഹനനെ ഭക്ഷിക്കാൻ തയ്യാറായി. ഈ ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് കേട്ട ഗരുഡൻ ഇവൻ നാഗകുടുംബത്തിലെ അംഗമല്ലെന്ന് സംശയിച്ചു. അപ്പോൾ, നിർത്ത്, എനിക്ക് പകരം മറ്റൊരാൾ മരിക്കരുത്. അദ്ദേഹത്തെ വിട്ട് എന്നെ ഭക്ഷിച്ചോളൂ. പക്ഷേ ഗരുഡനാൽ മുറിവേൽക്കപ്പെട്ട ജീമൂതവാഹനൻ മരിച്ചു. ആ സമയത്ത് മായാവതിയും അവിടെ എത്തി. എന്റെ പ്രഭു മരിച്ചുപോയി. പാർവതി ദേവി, കരുണ കാണിക്കണേ. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു നൽകണേ. പാർവതി ദേവിയുടെ അനുഗ്രഹത്താൽ ജീമൂതവാഹനൻ ഉണർന്നു. ഗരുഡൻ ജീമൂതവാഹനനിൽ പ്രസന്നനായി. അങ്ങക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളൂ. നാഗങ്ങളെ കൊല്ലുന്നത് ദയവായി നിർത്തൂ. കൊന്നവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരികയും വേണം. ശരി, അങ്ങയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ആരുടെ ത്യാഗമാണ് മഹത്തായത്? സംശയമില്ല, നാഗപുത്രന്റെ ത്യാഗമാണ് മഹത്തായത്. കാരണം മനുഷ്യർ ത്യാഗം ചെയ്യണം. നാഗപുത്രന് മരണഭയമുണ്ടായിട്ടും ജീമൂതവാഹനനെ രക്ഷിച്ചു. അതാണ് മഹനീയം. ശരിയായ ഉത്തരം. നമുക്ക് പിന്നെ കാണാം. വേതാളം പറന്നു. വിക്രമാദിത്യൻ പിന്തുടർന്നു.